വലിയൊരു അൺപ്രഡിക്റ്റബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. എങ്ങോട്ട് പോകും നിലവിൽ ഈ ഫലം എല്ലാം എന്നുള്ളത് ശരിയാണ്. ഈ നിലവിൽ പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് ഇനി തുടങ്ങുന്നത്. നേരത്തെ നിങ്ങൾ ലൈവിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതായത് ഒരു തരത്തിലും ഈ പോസ്റ്റൽ ബാലറ്റുകൾ എന്ന് പറയുന്ന ലക്ഷ്യമിട്ടല്ല ആം ആദ്മി പാർട്ടി പ്രവർത്തിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ജീവിക്കുന്നവനെ ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ ക്യാമ്പയിനുകൾ. അവൻ ഡൽഹി കെജ്രിവാളിന് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. നിലവിൽ മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ഞാൻ 6 മണി ലൈവിന് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് അകത്തേക്കെല്ലാം തന്നെ കയറിപ്പോയതാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ. ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുന്നത്, അതായത് അകത്തേക്ക് ഓഫീസ് ബിയറേഴ്സിനൊഴികെ മറ്റാർക്കും പ്രവേശനമില്ല. ഒരു ചേട്ടൻ, ഒരു ഭയ്യ അവിടെ നിന്നിട്ടുണ്ട് ഗേറ്റ് അടച്ചിട്ട്. മറ്റാളുകളെ ആരെയും അകത്തേക്ക് കയറ്റുന്നില്ല. വെള്ളമെല്ലാം തന്നെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ, ആളുകളെ, അങ്ങനെയുള്ള ചില ഓഫീസ് ബിയറേഴ്സിനെ എല്ലാം തന്നെ അകത്തേക്ക് കയറ്റുന്നു. കൃത്യമായി കുറച്ച് പേര് വരുന്ന സമയത്ത് ആരാണെന്ന് നോക്കി അകത്തേക്ക് കയറ്റി. അപ്പോൾ തന്നെ ഗേറ്റ് അടച്ചു പൂട്ടുകയാണ്. നിലവിൽ ആരും അകത്തേക്ക് കയറണ്ട എന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ ആം ആദ്മി പാർട്ടി ഓഫീസിനകത്ത്. ആം ആദ്മി പാർട്ടിക്കും ഇതുപോലെ തന്നെ EVM നിന്നുള്ള കൗണ്ട് വന്നാലേ ഒരു സൂചന ലഭിക്കൂ. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള വാർത്തകൾ ഉണ്ട്. ഓഖ്ലയിൽ നിന്ന് അമാനത്തുള്ള ഖാൻ, ആം ആദ്മി പാർട്ടി നേതാവ് അമാനത്തുള്ള ഖാൻ ഓഖ്ലയിൽ ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സോംനാഥ് ഭാരതി ലീഡ് ചെയ്യുന്നുണ്ട്, സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം രജീന്ദർ നഗറിൽ ദുർഗേഷ് പാഠക് പിന്നിലാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്. അരവിന്ദ് കെജ്രിവാൾ പിറകിലാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഫലസൂചനയിൽ ആം ആദ്മി പാർട്ടിയെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. ഇപ്പോഴും അവിടെ പർവേഷ് വർമ്മ ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കൽക്കാജിയിൽ രമേശ് ബിദോരിയും ലീഡ് ചെയ്യുകയാണ്. അത്തിഷിയും മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ഇപ്പോഴും പിറകിലാണ്. അതേസമയം തന്നെ മറ്റ് നേതാക്കൾ, സോംനാഥ് ഭാരതി മാളവ്യ നഗറിൽ ഇപ്പോൾ പിറകിലാണ്. നേരത്തെ സോംനാഥ് ഭാരതി ഒരു ലീഡ് എടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ സോംനാഥ് ഭാരതിയും പിറകിലാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം പിറകിൽ എന്നുള്ളതാണ് ഈ പോസ്റ്റൽ ബാലറ്റിലെ ഒരു ട്രെൻഡ്. ഇപ്പോൾ അർജുൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റുള്ള അഭിലാഷ്, അത് അവിടുത്തെ സാധാരണ ആളുകളെ ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത്. അപ്പോൾ ഈ പോസ്റ്റൽ വോട്ട് അതൊരു ട്രെൻഡാണ് എന്ന് പറയാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കില്ല. എങ്കിലും ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പിന്നിൽ നിൽക്കുന്നത് ഒരു സൂചകമായി പലപ്പോഴും ഈ ആദ്യത്തെ ഇയർലി ട്രെൻഡ്സ് എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ സൂചനയായി മാറാറുണ്ടല്ലോ. ഇത് ഒരു ഗൗരവത്തിൽ ഉള്ള ഡിജിറ്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ആദ്യമേ ഒരു ട്രെൻഡ് വരുന്ന എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത്, ഡൽഹിയുടെ മുഖ്യമന്ത്രി പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ആം ആദ്മിക്ക് നൽകുന്ന ഒരു വലിയ ആദ്യഘട്ടത്തിലെ സൂചനകളാണെങ്കിൽ പോലും വലിയ നൽകുന്ന ഒരു ആശങ്ക പ്രധാനമാണ്. അരവിന്ദ് കെജ്രിവാൾ പിന്നിട്ട് നിൽക്കുന്നു എന്നത് പോലും അവർക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല.